വിൻസി ഷൈൻ ടോം ചാക്കോ വിഷയം കത്തു നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് വിൻസിക്കെതിരെയും ഷൈനിനെ വെള്ളപൂശാനുമായി പലരും രംഗത്തെത്തുന്ന കൂട്ടത്തിൽ മാലാപാർവതിയുമുണ്ട്. എന്താണ് മാലാപാർവതി ഇപ്പോൾ ഇത്തരത്തിൽ തനിക്കുണ്ടായ അനുഭവം അങ്ങനെ ആയതുകൊണ്ട് മറ്റൊരാൾക്കുണ്ടായ അനുഭവം അങ്ങനെ അല്ല എന്നാണ് പറയുന്നത്? ഈ മാലാപാർവതി ഇന്നലെ പറഞ്ഞത് ശരിക്കും ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഇവര് ഒക്കെ ഒരു നടി എന്നതിനുപരി ഒരു സാമൂഹിക പ്രവർത്തക എന്ന രീതിയിലൊക്കെ രംഗത്തിറങ്ങാറുള്ള ഒരു സ്ത്രീയാണ്. അവർ ഷൈനിനെ വെള്ളപൂശിക്കൊണ്ടാണ് പറഞ്ഞത്. ഷൈൻ നല്ലൊരു ചെറുപ്പക്കാരനാണ്, അയാൾ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി പോലും ശ്രദ്ധിക്കും, 2 ആഴ്ചയ്ക്ക് ശേഷം എടുക്കുന്ന ഷോട്ടിലും പ്രോപ്പർട്ടി ഇന്ന ഭാഗത്തിരിപ്പുണ്ടെങ്കിൽ അയ്യോ ചേട്ടാ അത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെയല്ലേ ഇരുന്നത് എന്ന് പറഞ്ഞൊരു ആർട്ട് ഡയറക്ടറുടെ വലിയ ഒരു കഴിവൊക്കെ ഉള്ളൊരു ആളാണ് ഷൈൻ. ഷൈൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ വെള്ളപൂശിക്കൊണ്ടാണ് സംസാരിച്ചത്. വിൻസിയും ഇത് ഒരു തമാശയായി കാണണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് വല്ലാത്തൊരിത് തോന്നി. കാരണം മാലാപാർവതി ആളിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം ഒരു പുരുഷനാണെങ്കിൽ കുഴപ്പമില്ല, ഒരു സ്ത്രീയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തക എന്ന് അവകാശപ്പെടുന്ന ഒരു വനിതയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു പരാമർശം കണ്ടത്. ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ അല്ലെങ്കിൽ അവരെ ഫോണിൽ കണക്ട് ചെയ്തപ്പോൾ പറഞ്ഞ വാക്കുകളാണിത്. ഇപ്പോൾ മാലാപാർവതി കുറച്ചു മുമ്പേ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. മാലാപാർവതി ഷൈൻ ടോം ചാക്കോയെ വെള്ളപൂശുകയും വിൻസിയെ തള്ളിപ്പറയുകയും ചെയ്തു എന്നാണ് ആരോപണം. പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം പണി പാളി എന്ന് മനസ്സിലായപ്പോഴാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെ വിചാരിച്ചതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാലത്ത് ഒന്നിനു പുറകെ ഒന്നായി ഫോൺ കോളുകൾ വരികയായിരുന്നു. ഭയങ്കര തിരക്കാണല്ലോ, അതുകൊണ്ട് ഒരുപാട് ഫോൺ കോൾ വരും. ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഷൈൻ സെറ്റിൽ എങ്ങനെയാണെന്ന് ചോദിച്ചതിന് ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ഈ ഇൻ്റർവ്യൂസിലൊക്കെ ഷൈൻ കാണിക്കുന്ന കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇൻ്റർവ്യൂവിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. 7-8 പടം ചെയ്തിട്ടുണ്ട്. സ്വാസികയും ഷൈനിനെ കുറിച്ച് അങ്ങനെ തന്നെ പറയുന്നത് കേട്ടു. സെറ്റിൽ ഷോട്ടിൻ്റെ സമയത്തെ പരസ്പരം കാണാറുള്ളൂ. ഷോട്ട് കഴിഞ്ഞാൽ ഷൈൻ കാരവാനിലേക്ക് പോവുകയും ചെയ്യും. കാരവാനിൽ പോയിരിക്കുന്നത് എന്തിനാണെന്നറിയാമല്ലോ. പക്ഷേ ഈ രീതികൾ ഞാൻ വിശദമായി ഈ കോണ്ടെക്സ്റ്റിൽ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വിഷയം അറിയുന്ന ഉടനെ ടെലിയിൽ വിളിച്ച് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയ പിഴയായി നിങ്ങൾ കാണണം. എന്നോട് എങ്ങനെ പെരുമാറുന്നു, എൻ്റെ സെറ്റിലെ അനുഭവം എന്തായിരുന്നു എന്നത് പ്രസക്തമല്ലായിരുന്നു. അതങ്ങനെയാണെങ്കിലും അപ്പോൾ അത് പറയരുതായിരുന്നു. ഇപ്പോൾ സ്വയം ബോധ്യപ്പെട്ടു. വിൻസി കേസ് കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്. വിൻസി കേസ് കൊടുക്കുന്നതിൻ്റെ പേരിൽ ഒറ്റപ്പെടാനും പോകുന്നില്ല എന്നും. രണ്ടാമത്തെ വിഷയം കോമഡി എന്ന പദപ്രയോഗം. സൗഹൃദവും അടുപ്പവും കാണിക്കാൻ കാലാകാലങ്ങളായി കേട്ട് ശീലിച്ച രീതിയിലുള്ള കോമഡി പറയാറുണ്ട്. ഇത് കോമഡി അല്ല, കുറ്റകൃത്യമാണ്. അങ്ങനെയാണ് പുതിയ നിയമങ്ങൾ. ഇവരിത് കോമഡി ആയിട്ടാണ് കണ്ടത്. അതായത് വസ്ത്രം മാറാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാനും കൂടെ വരാമെന്ന് പറയുന്നത് കോമഡി ആയിട്ടാണ് മാലാപാർവതി കണ്ടത്. അവര് പോകുമ്പോ ഇതുപോലെ ഒരു നായക നടൻ ചോദിച്ചാൽ അവരതിനെ കോമഡി ആയിട്ട് കാണുമോ? അതാണ് ചോദ്യം. നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളിൽ നിന്നാണ് നമുക്കത് കോമഡിയാണോ ട്രാജഡി ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? മാലാപാർവതി പോകുന്ന സമയത്ത് ഇതുപോലെ ഒരാള് വന്നിട്ട് ഞാനും കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചാൽ അത് അവർക്ക് കോമഡി ആക്കി എടുക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ വിൻസി എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പെൺകുട്ടിക്ക് അവർക്കത് കോമഡി ആക്കി എടുക്കാൻ കഴിയില്ല. മനസ്സിലുണ്ടാക്കിയ ആഴത്തിലുള്ള ട്രോമ ആയിരിക്കും അത്. എത്ര നാൾ കഴിയണം അത് ഒരു പക്ഷേ പോകണമെങ്കിൽ പോലും. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇത് പിടികിട്ടിയിട്ടില്ലെന്നൊക്കെയാണ് മാലാപാർവതി പറയുന്നത്. ഈ ചോദ്യങ്ങൾക്കൊക്കെ കോമഡി എന്ന പേരിൽ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ ശീലങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒരു ടെലിവിഷൻ്റെ ലിമിറ്റഡ് സമയത്തിൽ എനിക്ക് വിശദീകരിക്കാൻ പറ്റാത്ത കാര്യം പറഞ്ഞു തുടങ്ങി. അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കി, ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നലെ കുറച്ച് പേർ ചീത്ത പറഞ്ഞെഴുതിയ കുറിപ്പുകൾ വായിച്ചു, നന്ദി. ഒരു പരിഹാസവും കൂടെ അതിൻ്റെ എൻഡിൽ കൊണ്ടുവന്ന് വരുന്നുണ്ട്. ഈ കമൻറ്റുകളൊക്കെ വളരെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇരട്ടത്താപ്പ് എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുന്നത്. നിങ്ങളെ കുറ്റം പറയുന്നില്ല, ഉദരനിമിത്തം ബഹിർവൃത വേഷം എന്നാണ് ചൊല്ല്. സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ ഇതും ഇതിനപ്പുറവും വേണം എന്നൊക്കെയുള്ള രസകരമായ കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. നിലനിൽക്കാൻ ഷൈൻ ടോം ചാക്കോയൊക്കെ വെള്ളഭൂഷണം എന്ന് പറയുമ്പോൾ മാലാപാർവതിയുടെ ഒരു ഗതികേടിനെ കുറിച്ചാണ് ഞാൻ എന്താ പറയുക ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ? അതെ, മാലാപാർവതിയൊക്കെ ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതാണ് ഈ പറഞ്ഞത്. ഈ WCC പോലുള്ള സംഘടനകളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി? അതിൽ നിന്നവരൊക്കെ ഇപ്പം വീട്ടിൽ ചൊറി കുത്തിയിരിക്കുകയാണ്. കാരണം ഒരു അവസരം പോലും കിട്ടുന്നില്ല. ഇത് സിനിമയിൽ WCC പോലുള്ള സംഘടനകൾ ഉണ്ടാക്കിയത് ശരിയായ ഉദ്ദേശത്തോടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കുറെ പേരോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നാ പിന്നെ ആ സംഘടന വേണ്ട, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സംഘടന മതി. പലരും ചോദിക്കുന്നുണ്ട്, ഈ സംഘടനയിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഈ സംഘടനയിൽ ഒരു പരാതി കൊടുത്താൽ ആ പരാതി എത്രത്തോളം കാര്യമായി ഇവരെടുത്തിട്ടുണ്ട്, ആ പരാതിക്ക് മേൽ എന്ത് നടപടിയാണ് WCC സ്വീകരിച്ചിട്ടുള്ളത്? ഈ വലിയ കണ്ണടയും വെച്ച് പൊട്ടും തൊട്ട് ഇത്തരമുള്ള കമ്മലും ഇട്ട് വായിക്കൊള്ളാത്ത ഇംഗ്ലീഷും പറഞ്ഞ് ഫെമിനിസ്റ്റ് ആവാം. നമുക്ക് ആളുകളുടെ
പിന്നെ എന്താ പറയുക, അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് അത് പരിഹരിക്കാൻ നമുക്ക് കഴിയണമെന്നില്ല. അല്ലെ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. നമുക്കറിയാവുന്ന വിവരത്തെക്കാൾ കൂടുതൽ നമുക്ക് എന്തൊക്കെയോ ആണ് നമ്മളെന്ന് വരുത്തി തീർക്കാൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നു, ഇങ്ങനെ സംസാരിക്കുന്നു, കുറെ ഇംഗ്ലീഷ് കടുവറ് പോലെയൊക്കെ അതിലൊന്നും അല്ല കാര്യം. ഒരു പെൺകുട്ടി വന്ന് എനിക്ക് ഇന്ന അനുഭവങ്ങൾ ഉണ്ടായി, ഞാൻ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവളെ ചേർത്ത് പിടിച്ച് അവൾക്കൊപ്പം നിന്നുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണണം. ഇപ്പൊ അലൻസിയർക്കെതിരെ ഒരു പരാതി WCCയിൽ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആ പരാതിക്ക് എന്ത് നടപടിയാണ് WCC സ്വീകരിച്ചത്? ഇവരൊക്കെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ കാണിക്കുന്ന ഈ ഫെമിനിസം ഒന്നും പരാതി നൽകും. വിനു വിൻസെന്റ് അവര് പോലും WCC ഇറങ്ങിപ്പോയത്, വിനു വിൻസെന്റ് ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? ഒരു പടം ചെയ്യണമെന്ന് പല ആവർത്തി പാർവതി തിരുവോത്തിനോട് പറഞ്ഞിട്ട് അവരതിന് നിൽക്കാത്തത് കൊണ്ടാണ്. അതായത് അതിലുള്ളവർക്ക് പോലും ഒരു അവസരം കൊടുക്കാൻ ഇവരെ പോലുള്ളവർ തയ്യാറാകുന്നില്ല. അപ്പൊ പിന്നെ ഇവരൊക്കെ എന്ത് വന്നിരുന്ന് ഈ സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവർക്ക് തകർക്കാനുള്ളത് മോഹൻലാൽ, മമ്മൂട്ടി എന്ന് പറയുന്ന സിനിമയിലെ രണ്ട് വലിയ വിഗ്രഹങ്ങളെ. ഇവരെ തകർത്ത് കഴിയുമ്പോൾ പ്രശ്നങ്ങൾക്കെല്ലാം അവസാനം കാണും. പിന്നെ വേറെ, കാരണം ഈ മമ്മൂട്ടിയുടെ കസബ സിനിമ, മോഹൻലാലിന്റെ ഒരു സിനിമ വരുമ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ്. ഇതിലപ്പുറം ഒരു പരിഹാരമൊന്നും ഇവരാരും തേടുന്നുമില്ല. ഇതിനൊരു പരിഹാരം ഇവരാരും കണ്ടെത്തുകയില്ല. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും പുറത്തറിയാറില്ല സിനിമാ ലോകത്ത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഒരു നടി അനുഭവിക്കേണ്ടി വരുന്നത്. ഇവർക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്നിപ്പോ കേട്ട് കാണാം. എനിക്ക് ഈ ഒരു WCCയിൽ അംഗത്തിന്റെ ഒരു ഒരു കാരവാനിലെ ടോയ്ലറ്റിൽ ഒന്ന് മൂത്രം ഒഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലും അനുവദിക്കാത്ത ആളുകളാണ് ഇതിലുള്ളതെന്ന് തുറന്നു പറഞ്ഞ ഒരു നടിയുണ്ട്. അത്ര അങ്ങനെയുള്ളവരാണ് ഈ സ്ത്രീകൾക്ക് വേണ്ടി പുതിയ സംഘടന ഉണ്ടാക്കി വാദിക്കാനായി ഇറങ്ങിയത്. ഇവരെല്ലാം ഈ കാരവാൻ കൊണ്ടുവരുന്നെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ സാധാരണക്കാരായ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരൊക്കെ വസ്ത്രം മാറുന്നത് തുറസായ സ്ഥലത്ത് നിന്നൊക്കെയാണ്, ഒരു സാരിയൊക്കെ മറച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അത്ര ഗതികെട്ട അവസ്ഥയിലാണ് ഈ സിനിമയിൽ. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, സിനിമയിൽ ഈ നായകനും നായികയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നവരൊഴികെയുള്ളവരെല്ലാം വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അവർക്ക് തുച്ഛമായ വേതനമാണുള്ളത്. ഈ പ്രൊഡക്ഷൻ ബോയ്സ് അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഇവരൊക്കെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഞാൻ ഈ സിനിമയെ ബന്ധപ്പെട്ട് സിനിമയിൽ ന്യൂസ് വായിക്കുന്നതോ അല്ലെങ്കിൽ റിപ്പോർട്ടിങ് ചെയ്യുന്നതായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവർ പലരും ആർക്കിടെക്റ്റാണ്, എൻജിനീയറിങ് കഴിഞ്ഞവരുണ്ട്. അങ്ങനെ ഈ സിനിമാ മോഹവുമായി വരുന്നവരാണ്. ഇവർക്ക് ഒരു ദിവസം 500 രൂപയും കണ്ടിട്ട് പ്രതിഫലം, 3 നേരത്തെ ഭക്ഷണവും കൊടുക്കും. അത് ഈ നടന്നു പോകുന്ന പാസ് ചെയ്യുന്ന ഷോട്ടുകൾ, ഒരു വലിയ കോടതി ചിത്രീകരിക്കുകയാണെങ്കിൽ അവിടുത്തെ അഡ്വക്കേറ്റുമാർ നടന്നു പോകുന്നതായിട്ടും അങ്ങനെയുള്ള സീൻസാണ്. വളരെ വൈഡായിട്ടുള്ള ഷോട്ടുകളൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ വരുന്നവരുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം തുച്ഛമായ പൈസയാണ് അവർക്ക് ലഭിക്കുന്നത്. ചിലപ്പോൾ കാലങ്ങളോളം ഇങ്ങനെ നിൽക്കേണ്ടി വരും, ഒന്നുമാകാതെ അവസാനം ആത്മഹത്യയിലേക്ക് പോകുന്നവർ പോലും ഉണ്ട്. കാരണം സിനിമയിൽ എന്തൊക്കെയോ ആവാം എന്ന് പ്രതീക്ഷിച്ചാണ് ഇവർ വരുന്നത്. കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ച് ചിലർ വിവാഹം പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യം. കാരണം എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ പോലും ജീവിതം ഹോമിക്ക് അവസാനം ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ, ഒരു 50 വയസ്സ് 45 വയസ്സായി കഴിയുമ്പോഴും ഒരു വേഷവും കിട്ടാതെ അവസാനം മദ്യപാനമൊക്കെ തുടങ്ങി ആത്മഹത്യ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. സിനിമയിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഒരു വിരലിലെണ്ണാവുന്ന കുറേ പേർക്ക് മാത്രം ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളവർ തുച്ഛമായ പൈസയ്ക്കാണ് പണിയെടുക്കുന്നത്. അവർ ലൈറ്റ് ബോയ്സും അങ്ങനെയുള്ള ടീമുകളൊക്കെ രാവിലെ മുതൽ രാത്രി വരെ നിന്ന് പണിയെടുക്കുകയാണ്. അവർക്ക് 1000 രൂപ 1500 രൂപയൊക്കെയാണ് കിട്ടുന്നത്. ആ സ്ഥാനത്താണ് ഈ മാലാപാർവതി പോലുള്ളവർ ഇങ്ങനെയുള്ള വാക്കുകളുമായി മുന്നോട്ട് വരുന്നത്. ഇത് എന്തായാലും കേരളീയ പൊതുസമൂഹം ഒരിക്കലും അംഗീകരിക്കില്ല. തീർച്ചയാണ്. മാലാപാർവതിയെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്ത് കേരളത്തിലെ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളെല്ലാം രംഗത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.